കഴിഞ്ഞ തവണ നാട്ടിലേക്ക് പോയപ്പോൾ കസിൻസ് എല്ലാവരുമായിട്ട് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ പ്ലുമേരിയ റിസോർട്ടിലേക്ക് എത്തിയത്. അപ്പോൾ റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ആലപ്പുഴയിലെ വയലാർ പഞ്ചായത്തിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം 60 കിലോമീറ്ററുണ്ട് റിസോർട്ടിലേക്ക്. റിസപ്ഷനിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കേരള തനിമയുള്ള ചുമർ ചിത്രങ്ങളും കഥകളി രൂപവും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. റിസപ്ഷനിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് നമ്മൾ നേരെ എത്തുന്ന ഒരു സിറ്റിംഗ് ഏരിയയിലേക്കാണ്. അവിടെ ബില്ലിയാർഡ്സും മറ്റും ഒരുക്കിയിട്ടുണ്ട്. അടുത്ത് തന്നെ ഒരു ബാർ കൗണ്ടർ കാണാം, പക്ഷെ അത് ഫങ്ഷനിങ് അല്ലായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂള്. ഏകദേശം 5.5 ഫീറ്റിൻ്റെ ആഴമുള്ള സ്വിമ്മിംഗ് പൂളായിരുന്നു. കുട്ടികൾക്ക് സെപ്പറേറ്റ് ഏരിയ അവൈലബിൾ ആണ്. പച്ചപ്പ് നിറഞ്ഞുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇവിടെ തന്നെ കുട്ടികൾക്ക് ഒരു പ്ലേ ഏരിയ ഉണ്ട്. വൈകുന്നേരം നമ്മുടെ പഴയ രീതിയിലൊരു ചായക്കടയിൽ നിന്നാണ് നമുക്ക് ചായയും പലഹാരങ്ങളും മറ്റും കിട്ടിയിരുന്നത്. ഇവിടെ നല്ല ഉണ്ണിയപ്പമൊക്കെ കിട്ടിയായിരുന്നു. ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ലേക്കാണ്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ബോട്ടിങ്ങും മറ്റ് സൗകര്യങ്ങളും ലഭ്യമായിരുന്നു. അപ്പോൾ ലേക്കിൽ നമുക്ക് മീൻ പിടിക്കാൻ ഉള്ളൊരു സൗകര്യമുണ്ട്. ഇവിടെ ചെറിയ കരിമീനുകളെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ പിടിച്ചിട്ട് അതിനെ നേരെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു. വലിയ മീൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്യാൻ കൊടുക്കുമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് കണ്ടിട്ട് വരാം. നല്ല വിശാലമായ ട്വിൻ ബെഡോടുകൂടിയുള്ള റൂമായിരുന്നു. ടിവിയും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാണ്. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് റിസോർട്ടിൻ്റെ പൂർണ്ണമായ ഭംഗി കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ ലേക്കും ഉണ്ട്. നേരെ കാണുന്നതാണ് ജിമ്മും മറ്റ് സൗകര്യങ്ങളും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ബാത്റൂം ആയിരുന്നു. ഇനി നമുക്ക് റിസോർട്ടൊന്ന് മൊത്തം ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം. ഇത് ഫങ്ഷൻസും മറ്റും നടത്താനൊരു ബാങ്കറ്റ് ഹാളാണ്. ഇവിടെ തന്നെ നമുക്കൊരു ഹെർബൽ ഗാർഡൻ കാണാം. അകത്ത് പല ഔഷധ ചെടികളും മറ്റും ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 60ഓളം കോട്ടേജുകളും മുറികളുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് ഹൗസുകളാണ് നമ്മൾ ഈ കാണുന്നത്. ബുക്കിംഗ് ഇല്ലാത്തതിനാൽ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. റിസോർട്ടിനടുത്തുള്ള ലേക്കിൽ തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് ഹൗസുകളുള്ളത്. ക്യാരംസും മറ്റും കളിക്കാനുള്ള ഏരിയ ആയിട്ടാണ് ഈ ടവർ ഉപയോഗിക്കുന്നത്. രാത്രി ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല വൈബാണ് ഇവിടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുമ്പോൾ.
ടേബിൾ ടെന്നീസ്, ഷട്ടിൽ, ക്രിക്കറ്റ് അങ്ങനെ എല്ലാം കളിക്കാനുള്ള ആക്ടിവിറ്റീസിനുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. ഇതാണ് ഷട്ടിൽ കോർട്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെന്നെത്തുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ചെറിയൊരു ഗ്യാതറിങ്ങിനും അതുപോലെ തന്നെ ഒരു ഡിന്നറിനും മുകളിലൊരു സെറ്റപ്പാണ് ഇത്. പക്ഷേ ഇതും ഫങ്ഷണലല്ലായിരുന്നു. ലേക്കിന് തൊട്ടടുത്തായിട്ടാണ് ഈ റിസോർട്ട്. നമുക്കിവിടെ ഹൗസ് ബോട്ട് കാണാം. അവിടെ നമുക്ക് സ്റ്റേ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ തറവാട് മോഡലിലുള്ള റൂംസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പഴയ തറവാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വാതിലുകളും പൂട്ടും മറ്റുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഡബിൾ ബെഡും AC മറ്റും കാണാം. ഇപ്പുറത്തെ ഒരു ചെറിയ ഡൈനിങ് ഏരിയയാണ്. ഇരുട്ടായതിനാൽ അത്ര വിസിബിലിറ്റി ഇല്ല. നമ്മൾ നേരത്തെ കണ്ട റൂമിനേക്കാളും സ്പേസ് കുറവാണ് ഇവിടെ. വിൻഡോയിലൂടെയൊക്കെ ഇവിടെ നോക്കിയാൽ നേരെ കാണുന്നത് കായലാണ്. ഇവിടെ ചെറിയൊരു അമ്പലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള റൂമുകളും ജിമ്മും സ്പായും മറ്റുമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് റൂംസ് ബുക്ക് ചെയ്യാം. ഇതാണ് റെസ്റ്റോറൻറ്റ്. നല്ല വിശാലമായ റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സാൻഡ്വിച്ച്, കേക്ക്, പലതരം ബ്രെഡുകൾ, പുട്ട്, പയറ്, ഇഡ്ഡലി, ദോശ, ഓംലെറ്റും എല്ലാം നമുക്കിവിടെ കിട്ടും. ഇവിടുത്തെ റെസ്റ്റോറൻറ്റും മറ്റ് സർവീസുകളും കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം കൂടെ നല്ലൊരു സ്പോട്ടായിരുന്നു ഈ പുമേരിയ. നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ 1 ഡേ സ്റ്റേക്ക് പറ്റിയൊരു സ്പോട്ടാണ്. ഇപ്പോൾ ചേർത്തല, എറണാകുളം ഭാഗത്ത് ഉള്ള ഒരു 1 ഡേ പിക്നിക്കിന് വേണ്ടി ഈ സ്പോട്ട് തിരഞ്ഞെടുക്കാം. ഈ വലിയ സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് ഇവിടുത്തെ മേജർ ഹൈലൈറ്റ്. സമയം പോകുന്നത് തന്നെ അറിയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.